ഹൈലൈറ്റ് പടത്തിലെ ക്ലൈമാക്സ് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പുള്ളിയുടെ അത് അത്രയും മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റാണ്. കിട്ടില്ലനായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാണുമെന്ന്, പക്ഷേ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി മേലെയാണ് പടം. വിജയ് സേതുപതിൻ്റെ കംബാക്കും. சேதுபதி ஆஸ் யூஷுவல் சூப்பர் நல்லா பண்ணியிருக்காங்க. அண்ட் அனுராக் கஷ்யப்பும் ரொம்ப சூப்பராக நடிச்சிருக்காரு. நல்ல മൂവി. അങ്ങനെ വിജയ് സേതുപതിയും അമിത മോഹൻദാസ് പ്രധാന വേഷത്തിൽ വരുന്ന വിജയ് സേതുപതി 50 ചിത്രം കൂടിയായ മഹാരാജ ഇന്ന് റിലീസാണ്. സിനിമയോടെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. അന്യായ പടം കിടിലം സ്റ്റോറി. സേതുപതി വേറെ ലെവൽ കാണേണ്ട പടം. തിരിച്ചു വരവെന്നില്ല, എന്തൊരു വരവ് നിങ്ങൾ കണ്ടോ? അല്ലാത്ത കിടിലം പടം പറഞ്ഞാൽ കിക്കിടില്ല. അത് അത്രയും മികച്ച രീതിയിലുള്ള സ്ക്രിപ്റ്റാണ്. കിട്ടില്ലനായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സിനിമ എത്ര നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കും സെക്കൻഡ് ഹാഫിൽ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ട്വിസ്റ്റുകൾ വെച്ച് അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു വിദേശ ചിത്രത്തിൻ്റെ ഇൻസ്പിറേഷൻ ഉണ്ട്. വിജയ് സേതുപതിയുടെ 50ാമത്തെ മൂവി എന്ന് പറഞ്ഞാൽ എക്കാലം ഓർമ്മിച്ച് വയ്ക്കുക. അത്രയും കിടിലം പെർഫോമൻസ് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അനുരാഗ് കശ്യപ്പ് മൊത്തത്തിൽ എന്താണെന്നറിയാമല്ലോ, തമിഴ് സിനിമയ്ക്കൊരു കിടിലൻ സിനിമയായിരിക്കും. എന്ന് പറഞ്ഞാൽ അത്രയും കിടിലനായിട്ട് കുരങ്ങ് ബൊമ്മ എടുത്ത ആ ഒരു ഡയറക്ടറിൻ്റെ ഒരു മികച്ച സിനിമയാണ്. ഉറപ്പായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാം. ത്രില്ലിംഗ് ആണ്, വയലൻസ് ആണ്. പിന്നെ ഇപ്പോൾ അവസാനം ഇറങ്ങി വന്നപ്പോൾ ഒരു വിഷമം തന്നെ ഇമോഷണലാണ് പടം. അതുകൊണ്ട് പടത്തിൻ്റെ ഹൈലൈറ്റ് പടത്തിലെ ക്ലൈമാക്സ് തന്നെയാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഞെട്ടിക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നു. പുള്ളിയുടെ മുൻകാല സിനിമയായിട്ടുള്ള ഈ കുരങ്ങ് ബൊമ്മ ഇതുപോലെയൊക്കെ ആയിരുന്നു. ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ പോയി അവസാനം ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ആ ഒരു സാധനം ഇതിനകത്തുണ്ട്. സീറ്റ് ടച്ച് അല്ല, ഒരു ഇമോഷണൽ ഇതാണ്. നമുക്ക് മലയാളത്തിൽ മുമ്പ് ഇതുപോലത്തെ ഒരു ക്ലൈമാക്സ് വന്നിട്ടുണ്ട് ഏകദേശം. ഞാൻ പറഞ്ഞില്ല, സ്പോയിലറാണ്. അങ്ങനത്തെ ഒരു ഷോക്കിംഗ് ஒரு சாணம் அவசானம் வருது. ராஜா நல்லா இருக்குது. செகண்ட் ஆஃப் கிளைமேக்ஸ் வந்து நல்லா இருக்குது, ரொம்ப நல்லா இருக்குது. ஸோ ஒரு நல்ல ஒரு நல்ல மெசேஜ் உள்ள மூவி. ஆக்டிங் விஜய் சேதுபதி ஆஸ் யூஷுவல் சூப்பர் நல்லா பண்ணியிருக்காங்க. அண்ட் அனுராக் கஷ்யப்பும் ரொம்ப சூப்பராக நடிச்சிருக்காரு. நல்ல மூவி, குட் மூவி. ഇത് 50th മൂവി അത് തെരില്ല, ബട്ട് മൂവി വാസ് ഗുഡ്. പടം ഞാൻ ട്രെയിലർ കണ്ട്, കാരണം കുരങ്ങ് ഭൂമി എന്ന് പറഞ്ഞ മൂവിൻ്റെ ഡയറക്ടറിൻ്റെ പടമാണെന്ന് പ്രതീക്ഷിച്ച് തന്നെ വന്നത്. ട്രെയിലർ കണ്ടപ്പോൾ ഓക്കെ, ഒരു ആക്ഷൻ സാധനമായിരിക്കും എന്ന് തോന്നി, ഒരു റിവഞ്ച് എന്തെങ്കിലും കാണുമെന്ന്. പക്ഷേ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി മേലെയാണ് പടം. വിജയ് സേതുപതിൻ്റെ കംബാക്കും സ്ക്രിപ്റ്റാണെങ്കിലും സ്റ്റാർ. കാരണം എന്ന് പറഞ്ഞാലേ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. നമുക്ക് അത് പറഞ്ഞു തരാൻ്റെക്കാട്ടി മേലെയാണ് വരുന്നൊരു സംഭവം സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വില്ലനായിട്ട് വന്ന ആൾക്കാരെല്ലാം നമുക്ക് അപ്പം ഒന്നും റിവീൽ ചെയ്യുന്നില്ല. എന്തായാലും തീർച്ചയായിട്ടും തന്നെ തിയേറ്ററിൽ നിന്ന് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് വേറെയാണ്. പടം കണ്ട് ഇറങ്ങുന്ന ടൈമിൽ തന്നെ എന്തോ ഒരു ഇമോഷണലായിട്ട് നമുക്കൊരു അറ്റാച്ച്ഡ് ഫീൽ ചെയ്തിട്ടുണ്ട് പടത്തിൻ്റെ അകത്ത് തന്നെ. ഞാൻ പറഞ്ഞില്ല, ഹൈലൈറ്റ് സ്ക്രിപ്റ്റാണ്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ കാത്തിരുന്നൊരു സ്ക്രിപ്റ്റുണ്ട്, ഇങ്ങനത്തെ ഒരു സാധനം ട്വിസ്റ്റോട് ട്വിസ്റ്റ് വരുന്നൊരു സംഭവം. അത് നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ വിജയ് സേതുപതിൻ്റെ കിടിലം കംബാക്ക്. കാരണം കുറേ നാളായിട്ട് പുള്ളിക്കാരൻ താഴെ കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഈ മഹാരാജ കരകയറ്റിയിട്ടുണ്ട്. കാരണം ഒരു ആവറേജ് പടം, കഥയൊന്നും കുഴപ്പമില്ല, നല്ലൊരു ആവറേജ് പടം. ആക്ഷൻ അങ്ങനെയല്ല, നല്ലൊരു കഥയുള്ള പടമാണ്. ആക്ഷൻ മാത്രമല്ല, ഒരു സസ്പെൻസൊക്കെ ഉണ്ട്. ലാസ്റ്റ് സസ്പെൻസൊക്കെ ഉണ്ട്. തിരിച്ചുവരവില്ല, രണ്ടാം ഭാഗം ഉണ്ടാവാതിരിക്കില്ല. നല്ല പടമാണ്, ഒരു ഡ്രാമ പടം കൂടെയാണ്. വർക്കാവും.